കൊല്ലം പരവൂർ ചിറക്കരയിൽ മാംഗ്രോവ് ഇക്കോ ടൂറിസം അസോസിയേഷനും പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയും സംഘടിപ്പിച്ച കാർഗിൽ വിജയ ദിന ആഘോഷവും അന്താരാഷ്ട്ര കണ്ടൽക്കാട് സംരക്ഷണ ദിനാചരണവും ചാത്തന്നൂർ MLA BB ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. 1000-ലധികം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തനത്തിനാണ് ഇതിലൂടെ തുടക്കം കുറിച്ചത്. പരവൂർ, നെടുങ്ങോലം, ചിറക്കര മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മാലാക്കായലിലെ അതിമനോഹരമായ കണ്ടൽക്കാടുകൾ വിനോദസഞ്ചാരികളുടെ കണ്ണഞ്ചപ്പിക്കുന്നതാണ്. കാർഗിൽ വിജയദിനാഘോഷത്തിൽ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അന്താരാഷ്ട്ര കണ്ടൽക്കാട് സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി BB ഗോപകുമാർ MLAക്കൊപ്പം മറ്റ് ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും കായലിലൂടെ യാത്ര തിരിച്ചു. കണ്ടൽക്കാടുകളും അവയ്ക്കുള്ളിലൂടെയുള്ള ഹരിത ഗുഹകളും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയോടൊപ്പം മണ്ഡലത്തിലെ അനന്തമായ ടൂറിസം സാധ്യതകളെക്കുറിച്ചും BB ഗോപകുമാർ MLA ജനം TVയോട് പറഞ്ഞു. പ്രകൃതി തന്നെ സംരക്ഷണത്തിനൊരു പ്രതിരോധ ശൃംഖല ഈ കണ്ടൽക്കാട് വഴി നമുക്ക് ചുറ്റും ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രകൃതി നൽകിയ ആ വരദാനം നല്ല രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരുപാട് സാധ്യതകൾ, വളരെ മനോഹരമായൊരു പ്രദേശം, ഏറ്റവും അധികം കണ്ടൽക്കാടുകളുള്ള ഒരു പ്രദേശം, കടലും കായലും ഒരുമിച്ച് നിൽക്കുന്നൊരു പ്രദേശം, അത്തരം ഒരുപാട് സാധ്യതകൾ ടൂറിസം മേഖലയ്ക്കുണ്ട്. കേന്ദ്ര സംസ്ഥാന ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി ഈ ടൂറിസ്റ്റ് കേന്ദ്രവും ഒപ്പം കണ്ടൽക്കാടുകളുടെ ഒരു പ്രകൃതി സംരക്ഷണവുമാണ് ഈ ദിനം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ചിറക്കര ഗ്രാമപഞ്ചായത്ത്, പരവൂർ മുനിസിപ്പാലിറ്റി തുടങ്ങി ചാത്തന്നൂർ മണ്ഡലത്തിലെ സാധ്യതയുള്ള ഇടങ്ങൾ ത്രിതല പഞ്ചായത്തുകളുടെ കൂട്ടായ്മയിൽ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യം. വിവിധ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. 1000-ലധികം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. ചിറക്കരയിലെ ടൂറിസം പദ്ധതികൾ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് കൃഷ്ണൻ പറഞ്ഞു. ചിറക്കര ഗ്രാമപഞ്ചായത്തിന് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു വന്നിട്ടുള്ള ഈ പ്രദേശം ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള വിനോദസഞ്ചാരികളായ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിലയിലേക്ക് യോഗ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ MLA BB ഗോപകുമാറും ത്രിതല പഞ്ചായത്ത് സംവിധാനവും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പരവൂർ മുനിസിപ്പാലിറ്റി അടക്കം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ നാട് ഗ്രാമീണ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത് എന്ന് മാത്രം പറയുകയാണ്. പരവൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ജയലാൽ ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുശീലാദേവി തുടങ്ങിയവരോടൊപ്പം കണ്ടൽക്കാട് ശുചീകരണവും പരിസ്ഥിതി സംരക്ഷണ സന്ദേശ പ്രചാരണവുമായി കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയുടെ ഭാഗമായിരുന്നു. ജനം, കൊല്ലം.